ഇരട്ടയാർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ കുടുംബ സംഗമം വനിതാ സാംസ്കാരിക നിലയത്തിൽ 12-ാം തീയതി രാവിലെ 10:30 നടക്കും. പഞ്ചായത്തിൽ സാന്ത്വന പരിചരണം നൽകിവരുന്ന ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാകുന്ന ആരോഗ്യ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൈകോർക്കാം നമുക്കൊരുമിച്ച് എന്ന പേരിൽ സംഗമം നടത്തുന്നത്. പരസ്പരം സൗഹൃദം പുതുക്കുവാനും ഈ മേഖലയിലേക്ക് ജനശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നതിനും പാലിയേറ്റീവ് പരിചരണ രംഗത്തേക്ക് കൂടുതൽ വോളണ്ടിയർമാരെ കണ്ടെത്തുകയുമാണ് സംഗമത്തിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവരവരുടെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളുടെയും രോഗികളെ പരിചരിക്കുന്നതിന് വളരെയധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നവരുടെയും മാനസിക ഉല്ലാസവും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ കിടപ്പ് രോഗികളെയും അവരോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മളുടെ ആരോഗ്യ മേഖലയിലുള്ള അവരുടെ സജീവമായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ ആരോഗ്യ പ്രവർത്തകരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നമുക്ക് കൈകോർക്കാം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാളെ ഒരു കുടുംബ സംഗമം, ഒരു പാലിയേറ്റീവ് സംഗമം ഇരട്ടയാറിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം, കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തേക്ക് വരുന്നില്ല. അവർ സമൂഹത്തിലേക്ക് അവർ ഉന്നമനത്തിനായിട്ട് അവർ മുന്നിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിക്കാതെ. പാലിയേറ്റീവ് പ്രവർത്തകരെ ചടങ്ങിൽ അനുമോദിക്കും. തുടർ വർഷങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇത്തരം സംഗമങ്ങളിലൂടെ കഴിയുമെന്ന് വൈസ് പ്രസിഡന്റ് റജി ഇലിപ്പുലിക്കാട്ടും പറഞ്ഞു. കിടപ്പ് രോഗികളെ നാളെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഇരട്ടയാർ വനിതാ സാംസ്കാരികത്തിൽ എത്തിച്ച് അവർക്ക് ഒരു ദിവസം അവർക്ക് സമൂഹത്തിൽ ഒന്ന് ഇടപഴകുന്നതിന് വേണ്ടി സമൂഹത്തിൽ വീടിന്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ആ പ്രദേശങ്ങളൊന്ന് കാണുവാൻ, ഒരു സന്തോഷം പങ്കിടുവാൻ, അവരൊരു കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും പിന്നെ നല്ല ഒരു ഗാനമേള ട്രൂപ്പിന്റെ ഗാനമേളയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിന് ഒരു ഉല്ലാസം പകരുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ പരിപാടി അറേഞ്ച് ചെയ്തു. സംഗമത്തിന്റെ ഭാഗമായി ഗാനമേള, ഉച്ചഭക്ഷണം, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരിക്കുട്ടി പൗലോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജോ ഇലന്തൂർ, ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ റോസമ്മ മാത്യു, പഞ്ചായത്ത് അംഗങ്ങൾ ചെമ്പകപ്പാറ FHSC മെഡിക്കൽ ഓഫീസർ ക്ലിന്റ് ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻസി വർക്കി, പാലിയേറ്റീവ് നഴ്സ് ജയശ്രീ ബിനു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.